ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇന്ന് വെള്ളിയാഴ്ചയും അഷ്ടമി തിഥിയും പൂയം നക്ഷത്രവും ഒക്കെ കൂടി ഒന്നിച്ചു വന്നിരിക്കുന്ന ഒരു മഹത്തായ ദിവസമാണ്. അതിനെക്കുറിച്ച് ഓൾറെഡി ഞാൻ ഇന്നലെ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊക്കെ പോയി കാണണം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഇന്ന് രാത്രി 12 മണിക്ക് മുൻപായിട്ട് നമ്മൾ കയ്യിൽ എഴുതേണ്ടുന്ന ഒരു നമ്പറിനെ കുറിച്ചാണ്. ഈ നമ്പർ നമ്മൾ കയ്യിൽ എഴുതി എന്താണോ നമുക്ക് വേണ്ടത് അത് നമ്മൾ വളരെയധികം വിശ്വാസത്തോടുകൂടി ആഗ്രഹിച്ചാൽ പ്രപഞ്ചം അത് നമുക്ക് സാധിച്ചു തരുന്നതായിരിക്കും. പൂയം നക്ഷത്രത്തിൻ്റെ വളരെ വലിയൊരു പ്രത്യേകതയാണത്. പൂയം നക്ഷത്ര ദിവസം യന്ത്രം വരച്ചോ ഫോട്ടോ വെച്ചോ എന്തെങ്കിലുമൊക്കെ എഴുതിയോ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടും എന്നുള്ളത്. കാരണം ഗുരുഭഗവാൻ ഉച്ചമടയുന്ന നക്ഷത്രമാണ് പൂയം എന്ന് പറയുന്നത്. ഗുരുഭഗവാന്റെ നമ്പർ എന്ന് പറയുന്നത് 3 3 പറയുന്ന നമ്പറിന് നമ്മുടെ ഈ ഒരു പ്രപഞ്ചത്തിൽ വളരെയധികം ശക്തിയുള്ളൊരു നമ്പറാണ്. നമ്മളൊക്കെ 333 പോർട്ടലൊക്കെ എഴുതുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രമാത്രം പ്രാധാന്യമുള്ള ഈ ഒരു ദിവസം നമ്മൾ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള ഫലം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുമാത്രവുമല്ല, നമ്മുടെ എന്തെങ്കിലും ഒരു ആഗ്രഹം നടന്നു കിട്ടേണ്ടുന്ന ഒരു ആഗ്രഹം തുടർച്ചയായ 33 ദിവസങ്ങളിൽ ഒരു ദിവസം 3 തവണ വെച്ച് നമ്മൾ എഴുതുകയാണെങ്കിലും, അങ്ങനെയല്ലെങ്കിൽ ഇതൊരു നിങ്ങൾ എത്രമാത്രം ഇത് വിശ്വസിക്കും അല്ലെങ്കിൽ ചെയ്യും എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടെ. പക്ഷേ 3ൻ്റെ ടേബിൾ, അതായത് ഒരു 3 3 2 3 6 എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള 3ൻ്റെ ടേബിള് ഒരു ദിവസം 3 പ്രാവശ്യം നമ്മുടെ എന്തെങ്കിലും ഒരാഗ്രഹം നടന്നു കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ എഴുതിയാലും അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സാധിച്ചു കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. ഇത് ഞങ്ങളുടെ ഗുരുജി പറഞ്ഞു തന്നൊരു കാര്യമാണ്. അപ്പം ഞാനത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിന് റിസൾട്ട് 100% എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാനത് നിങ്ങളിലോട്ട് എത്തിക്കും. അപ്പോൾ ഇപ്പം പറഞ്ഞു തന്ന കാര്യം ഞാൻ നിങ്ങൾക്കായിട്ടങ്ങ് പറഞ്ഞു തന്നു എന്നുള്ളതേ ഉള്ളൂ. അതായത് 33 ദിവസം തുടർച്ചയായിട്ട് നമ്മുടെ ഒരു ആഗ്രഹം എല്ലാ ദിവസവും 3 തവണ വെച്ച് എഴുതുക. അത് നടന്നു കിട്ടി എന്നുള്ള രീതിയിൽ. അതേപോലെ 3ൻ്റെ ടേബിൾ, 3ൻ്റെ പട്ടിക, അത് നമ്മൾ ഒരു ദിവസം 3 പ്രാവശ്യം വെച്ച് എഴുതണം. അത് നമ്മൾ ആഗ്രഹം നടന്ന് കിട്ടുന്ന ആ ഒരു സമയം വരെ. ഇപ്പോൾ കുറേ പേര് ചിലപ്പോൾ ചിന്തിക്കും, പഠിക്കുന്ന കാലത്ത് പോലും ഞങ്ങൾ 3യുടെ ടേബിൾ എഴുതിയിട്ടില്ലല്ലോ, പഠിച്ചിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഗുരുജി പറഞ്ഞു തന്നൊരു കാര്യമാണ് ഈ 3 എന്ന് പറയുന്നത് പ്രപഞ്ചവുമായിട്ട് എത്രമാത്രം കണക്റ്റഡ് ആണെന്നുള്ളതും 3 എന്ന് പറയുന്നതിനെ നമ്മൾ എത്രമാത്രം വളരെ സീരിയസ്ലി നമ്മുടെ ലൈഫിൽ കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പം ട്രൈ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. സോ അതിൻ്റെ റിസൾട്ട് എനിക്ക് 100% ആയിട്ട് കിട്ടി എന്നുള്ളൊരു ഉറപ്പ് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളിലോട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ ഒരു വീഡിയോ എത്തിക്കും. ഇപ്പോൾ നിങ്ങളുടെ അറിവിലോട്ടായിട്ട് ഞാനിത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞല്ലോ. ഇന്ന് നമ്മൾ ഈ വീഡിയോ കാണുന്ന സമയം മുതൽ രാത്രി 12 മണിക്കുള്ളിൽ നിങ്ങൾക്ക് ഏതൊരു സമയത്താണോ എഴുതാൻ പറ്റുന്നത് ആ ഒരു സമയത്ത് ഈ ഒരു നമ്പർ കയ്യിൽ എഴുതുക എന്നുള്ളതാണ്. ഈ നമ്പർ റെഡ് കളറിലെ മാർക്കർ സ്കെച്ച് പെൻ കൊണ്ട് വേണം എഴുതാൻ. ഇനിയിപ്പോൾ പെട്ടെന്ന് റെഡ് കളറിലെ മാർക്കർ സ്കെച്ച് പെന്നൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, മേടിക്കാൻ പോകില്ല എന്ന് പറയുന്നവർക്ക് റെഡ് കളറിൽ കുങ്കുമം ഉണ്ടെങ്കിൽ അത് റോസ് വാട്ടറോ ശുദ്ധമായ ജലത്തിലോ ചാലിച്ചിട്ട് അതുകൊണ്ടാണെങ്കിലും നമ്മുടെ കയ്യിൽ എഴുതാം. ഇടത്തെ കൈക്ക് ഉള്ളിലാണ് നമ്മൾ ഈ ഒരു നമ്പർ എഴുതേണ്ടത്. ഇത് എഴുതാനായിട്ട് ഏറ്റവും ഓസ്പീഷ്യസ് ആയിട്ടുള്ള 3 സമയങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നെന്ന് പറയുന്നത് രാവിലെ 6 to 7 വരുന്ന ശുക്രഹോര, അത് ഓൾറെഡി ഇപ്പോൾ കഴിഞ്ഞു പോയല്ലോ. ഇനിയിപ്പോൾ ഉള്ളത് രണ്ടാമത്തെ സമയം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 1 to 2, രാത്രി 8 to 9. അപ്പം ഇത് ഏറ്റവും ഓസ്പീഷ്യസ് ആയിട്ടുള്ള സമയങ്ങളാണ്. അപ്പോൾ ഈ ഒരു സമയം മിസ് ചെയ്താൽ നിങ്ങൾക്ക് ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ ഏതൊരു സമയത്തും എഴുതാം. പിന്നെ ഇതിന് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല. പീരിയഡ്സ്, പുലാവാലായ്മ, കുളിച്ചിട്ടില്ല, അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളുമില്ല. നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ടുന്ന ഒരു കാര്യം അത് എന്താണോ അത് നന്നായിട്ട് മനസ്സിലോട്ട് കൊണ്ടുവരിക. ആ ഒരു കാര്യം എത്രയും പെട്ടെന്ന് നടന്ന് കിട്ടണം. നടന്ന് കിട്ടി എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. എത്രയും പെട്ടെന്ന് എനിക്ക് ഈ ഒരു കാര്യം നടത്തി തരണം എന്നുള്ളത് നമ്മൾ പ്രപഞ്ചത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അപേക്ഷിക്കുക. ആ അപേക്ഷയ്ക്ക് ശേഷം നമ്മളിത് നമ്മുടെ കയ്യിലോട്ട് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. അതായത് ഇതുപോലെ ഇടത്തെ കൈക്ക് ആ കൈവെള്ളയ്ക്കുള്ളിലായിട്ട് നമ്മൾ നടന്നു കിട്ടേണ്ടുന്ന ആഗ്രഹം മനസ്സിൽ ഓർക്കുക. 6 9 9 0 0 6 9 9 0 0 6 9 9 0 0. ഇതാണ് നമ്മൾ എഴുതേണ്ടുന്ന നമ്പർ എന്ന് പറയുന്നത്. ഈ ഒരു നമ്പർ
നമുക്ക് നടന്നു കിട്ടേണ്ടുന്ന ആഗ്രഹം എത്രയും പെട്ടെന്ന് നടന്നു കിട്ടണം എന്നുള്ള രീതിയിൽ നമ്മൾ കയ്യിലെഴുതിയതിന് ശേഷം ആ കൈ നമ്മൾ അടച്ചു വെച്ചിട്ട് നമുക്ക് നടന്ന് കിട്ടി എന്ന് നമ്മളൊന്ന് മനസ്സിൽ സങ്കല്പിക്കുകയും കൂടി ചെയ്യുക. അത്ര മാത്രമേ ഉള്ളൂ. ഇത് ഇത്ര നേരം കയ്യിലിരിക്കണം, മാഞ്ഞു പോയാൽ പ്രശ്നമുണ്ടോ, അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമേ അല്ല. നിങ്ങൾ ഈ ഒരു കാര്യം അങ്ങ് വിട്ടേക്കുക. നിങ്ങൾ എഴുതുന്നു, മാനിഫെസ്റ്റ് ചെയ്യുന്നു. 24 മണിക്കൂർ കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നതായിരിക്കും. ഇനി ഇതിനോടൊപ്പം പൂജകളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു തരാം. അതായത് ഇത് നമ്മുടെ കുടുംബത്തിലോട്ട് ധനവരവ്, ഐശ്വര്യം, സമൃദ്ധി ഇതൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് നമ്മൾ തുടർച്ചയായിട്ട് 21 48 ദിവസങ്ങളിലാണ് ചെയ്യേണ്ടതും കൂടിയിട്ട്. അപ്പം വീട്ടിൽ ചെറിയ രീതിയിലുള്ള പൂജകളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്താൽ മതിയാകും. സൗന്ദര്യ ലഹരിയിൽ 33-ാമത്തെ ശ്ലോകം, ആ ശ്ലോകത്തിൻ്റെ യന്ത്രം ഞാൻ ദാ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു യന്ത്രം നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ, അതായത് വിളക്ക് കത്തിക്കുന്ന ഭാഗത്തായിട്ട്, സാധാരണ നിങ്ങൾ നിലവിളക്ക് കത്തിച്ച് വെക്കുമല്ലോ, ആ നിലവിളക്കിന് മുൻപിലായിട്ടൊരു വാഴയിലയിലോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബ്രാസിൻ്റെയോ കോപ്പറിൻ്റെയോ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതിലോ, അങ്ങനെ അല്ലെങ്കിൽ പീഠത്തിലോ, അങ്ങനെ അല്ലെങ്കിൽ ഒരു ചെറിയ പീഠം പോലത്തെ നമ്മൾ ഈ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുന്ന കട്ടിംഗ് ബോർഡ് ഉണ്ടല്ലോ, അതിലോ, ഇനി ഇതൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല, ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിലത്ത് വരയ്ക്കാം. നിലത്ത് നല്ല ശുദ്ധമായിട്ട് മഞ്ഞൾ വെള്ളം കൊണ്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് മാക്കോലമായിട്ട് വേണം. മാക്കോലം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമല്ലോ, നമ്മൾ പച്ചരി പൊടിച്ച്, അതുകൊണ്ടാണ് നമ്മൾ മാക്കോലം ഉണ്ടാക്കുന്നത്. ആ മാക്കോലമായിട്ട് നമ്മൾ ഈ ഒരു കോലം വരയ്ക്കണം. അതായത് ഒരു സ്ക്വയർ, അതിന് ചുറ്റിനുമായിട്ട് സർക്കിള്, സെൻറ്ററിൽ ശ്രീം ആണ് എഴുതിയിരിക്കുന്നത്, മഹാലക്ഷ്മിയുടെ ബീജമന്ത്രമായിട്ടുള്ള ശ്രീ. അതിനുശേഷം ഈ ഒരു 33-ാമത്തെ ശ്ലോകം 9 പ്രാവശ്യം നമ്മൾ ചൊല്ലിക്കൊണ്ട് ഈ ഒരു യന്ത്രത്തിന് അർച്ചന ചെയ്യണം. അർച്ചന ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് 9 പ്രാവശ്യം ഈ ഒരു ശ്ലോകം ചൊല്ലിയാൽ മതിയാവും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ശ്ലോകത്തിൻ്റെ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടാണെങ്കിലും ചെയ്യുക. അതായത് എല്ലാ ദിവസവും ഇത് വരയ്ക്കണമല്ലോ. നമ്മൾ വരയ്ക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഈ ഒരു ശ്ലോകത്തിൻ്റെ പ്രിൻ്റ് എടുത്ത് വെക്കാം. അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ തകിടൊക്കെ നമ്മൾ ഈ ശ്രീയന്ത്രമൊക്കെ തകിടിൽ വരച്ച് മേടിക്കുമല്ലോ, അതേപോലെ അറിയാവുന്ന ആൾക്കാർക്ക് വെള്ളി തകിട് വാങ്ങിച്ചു കൊടുത്തിട്ട് ആ തകിടിൽ ഈ ഒരു യന്ത്രം കൊത്തിത്തരാൻ പറഞ്ഞാൽ അവർ നമ്മൾക്ക് കൊത്തിത്തരും. വീട്ടിൽ ചന്ദ്രബലം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു യന്ത്രം കൊണ്ട് ചെയ്യുന്നൊരു വളരെ പവർഫുള്ളായിട്ടുള്ളൊരു പൂജയുണ്ട്. അപ്പോൾ അത് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കത് എങ്ങനെയാണെന്നുള്ളത് ചെയ്ത് കാണിക്കാം. നമ്മൾ ആ ഒരു പൂജ ഈ ഒരു യന്ത്രം വെച്ച് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ചന്ദ്രബലം കൂടുകയും വീട്ടിലോട്ട് ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ഉണ്ടാകും. അത് മറ്റൊരു പൂജയാണ്. അത് ചില പ്രത്യേക തിഥികളിലും നക്ഷത്രങ്ങളിലും മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ എല്ലാ ദിവസവും ആക്കോലമായിട്ട് ഇത് വരയ്ക്കാൻ പറ്റുന്നവർക്ക് വരയ്ക്കാം. അങ്ങനെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്ത് വെക്കാം. ഇത് ബുക്കിലൊക്കെ, അതായത് പേപ്പറിലൊക്കെ വരച്ച് നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടിലും ഫലം നമുക്ക് കിട്ടും ആക്കോലമായിട്ട് നമ്മളിത് വരച്ചിട്ട് നമ്മളിതിന് അർച്ചന ചെയ്യുന്നു. ഒന്നെങ്കിൽ ഈ ചെമ്പ് അല്ലെങ്കിൽ വെള്ളി തകിടിൽ നമ്മൾ ഈ ഒരു യന്ത്രം കൊത്തിയെടുക്കണം. അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ മാക്കോലമായിട്ട് വരയ്ക്കുക. അപ്പം ഡെയിലി വരയ്ക്കാൻ പറ്റില്ല എന്നുള്ളവരോടാണ് ഞാനിത്, അല്ലാതെ നിങ്ങൾ പ്രിൻ്റൊക്കെ എടുത്ത് ചെയ്തോളൂ എന്ന് പറഞ്ഞത്. അതിന് അത്ര വലിയ ഫലം നമുക്ക് കിട്ടില്ല. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ആ ഒരു 33-ാമത്തെ ശ്ലോകം ചൊല്ലിയിട്ട് അർച്ചന ചെയ്യണം. അർച്ചന ചെയ്യാനായിട്ട് പൂക്കൾ എടുക്കാം. 9 പൂക്കൾ എടുത്തിട്ട് ഓരോ പ്രാവശ്യവും ചൊല്ലി ഓരോ പൂക്കളായിട്ട് ഇതിനടുത്തോട്ട് വെച്ചാൽ മതിയാവും. അർച്ചന ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് 9 പ്രാവശ്യം ചൊല്ലിയാൽ മതിയാവും. അതിനുശേഷം ആ ഒരു യന്ത്രത്തിന് നമ്മൾ ധൂപ ദീപ ആരതി എടുത്ത് നമ്മുടെ കുടുംബത്തിലോട്ട് ഐശ്വര്യം കിട്ടണമെന്ന് മഹാലക്ഷ്മിയോട് പ്രാർത്ഥിക്കുക. ഈ ഒരു 33-ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് ഗുരുഭഗവാനുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്ക് ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവാൻ നമ്മളെ സഹായിക്കുന്നത് ഗുരുഭഗവാനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം നമ്മൾ ഈ ഒരു യന്ത്രം വെച്ച് നമ്മൾ പ്രാർത്ഥനയും കൂടെ ചെയ്യുമ്പോൾ അതിന് വളരെ പെട്ടെന്നാണ് നമുക്ക് ഫലം കിട്ടുന്നത്. ആ ഒരു ശ്ലോകം ഏതാണെന്നുള്ളത് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇത് കേട്ട് പഠിക്കുക. ഇനി ഇത് ഞങ്ങൾക്ക് ചൊല്ലാൻ ബുദ്ധിമുട്ടാണെന്നുള്ളവർ യൂട്യൂബിൽ സൗന്ദര്യലഹരി 33-ാമത്തെ ശ്ലോകം മലയാളം എന്ന് കൊടുത്തു കഴിയുമ്പോൾ നമുക്കത് കിട്ടും. നിങ്ങൾ അത് കേട്ടുകൊണ്ട് റിപ്പീറ്റ് മോഡിലിട്ട് അത് കേട്ടുകൊണ്ട് നമുക്ക് 9 പ്രാവശ്യം ഇത് കേട്ട് അർച്ചന ചെയ്യാവുന്നതാണ്. ആ ഒരു മന്ത്രം ഇതാണ്:
സ്മരം യോനീം ലക്ഷ്മീം ത്രിധയമിധമാധൗ തവ മനോർ നിധായൈകേ നിത്യേ നിരവധി മഹാഭോഗരസികാ ഭജന്തി ത്വാം ചിന്താമണി ഗുണനിബന്ധാക്ഷവലയാ ശിവാഗ്നൗ ജുഹന്ധ്വ സുരഭികൃത ധാരാഹുതിശധൈ. മരം യോനീം ലക്ഷ്മീം ത്രിധയമിധമാധൗ തവ മനോർനിധായൈകേ നിത്യേ നിരവധി മഹാഭോഗരസികാ ഭജന്തി ത്വാം ചിന്താമണി ഗുണനിബന്ധാക്ഷവലയാ ശിവാഗ്നൗ ജുഹന്ധ്വ സുരഭികൃതധാരാഹുതിശധൈ. ഇതിന് മുൻപും ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ഈ 4 വരി ശ്ലോകം നമ്മൾ ചൊല്ലിയാൽ അതിൻ്റെ ഫലം നമ്മുടെ കുടുംബത്തുണ്ടാകും എന്നുള്ളത്. അപ്പോൾ ഇന്ന് വരെ ഇത് ചെയ്യാത്തവർ ഈ ഒരു രീതിയിൽ ഈ ഒരു യന്ത്രം വരയ്ക്കുക എന്ന് പറയുന്നത് ഒരു പാടുമില്ല, വളരെ എളുപ്പമാണ്. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നിയേക്കാം. പക്ഷേ നമ്മുടെ കുടുംബം രക്ഷപ്പെടാനാണ് എന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി നമ്മളിത് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഫലം പൂർണ്ണമായി തന്നെ ലഭിക്കും. വിശ്വാസപൂർവ്വം ചെയ്യുക. 9 പ്രാവശ്യം ഇത് ചൊല്ലുക. ആദ്യമായിട്ട് ചൊല്ലുമ്പോഴും ഒരു ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ തുടർച്ചയായി ഒരു 5-6 ദിവസമൊക്കെ നമ്മൾ ചൊല്ലിക്കഴിയുമ്പോൾ നമ്മുടെ ആ ബുദ്ധിമുട്ടുകൾ മാറി നമ്മളിത് കാണാതെ ചൊല്ലാനായിട്ട് പഠിക്കും. അങ്ങനെ വന്ന് നിങ്ങൾ തുടർച്ചയായിട്ടൊരു 21 ദിവസം അല്ലെങ്കിൽ ഒരു 11 ദിവസമൊക്കെ ഇത് വരച്ച് ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് മാറി വരുന്നത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സൗന്ദര്യ ലഹരി എന്ന് പറയുന്നത് ആദിശങ്കരൻ നമുക്ക് അരുളി ചെയ്തതാണ്. അത്രമാത്രം പവറുള്ളതാണ്. സാക്ഷാൽ ദേവി തന്നെയാണ് സൗന്ദര്യ ലഹരി എന്ന് പറയുന്നത്. ഇത് ചൊല്ലാനായിട്ട് നമുക്ക് വരുന്നതൊരു ഭാഗ്യമാണ്. സാക്ഷാൽ ദേവിയുടെ അനുഗ്രഹമാണ്. ദേവി മഹാത്മ്യം ലളിതാ സഹസ്രനാമം പോലെ തന്നെയാണ് സൗന്ദര്യ ലഹരി എന്ന് പറയുന്നത്. അപ്പോൾ കഴിയുന്നതും എല്ലാവരും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.